മാത്രമല്ല വലഹു സിഫത്തുൻ, നബിക്കൊരു വിശേഷണമുണ്ട്, യുബ്സിറു ബിഹാ, ആ വിശേഷണം ഉപയോഗിച്ച് നബിക്ക് കാണാൻ കഴിയും, അൽ മലായിക്കത്ത, മലക്കുകളെ കാണാൻ കഴിയും. നമുക്കിപ്പോ മലക്കുകളെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വയുസാഹിദു ബിയൽ മലക്കൂത്ത, മറ്റു ലോകവും കാണാൻ കഴിയും. ഏതുപോലെ കസിഫത്തില്ലത്തി യുഫാരിഖു ബിയൽ ബസീറുൽ അഅ്മ, കണ്ണ് കാണാത്ത ആളും കണ്ണ് കാണുന്ന ആളും എന്താ വ്യത്യാസമുള്ളത്? നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയും, കണ്ണ് കാണാത്ത ആൾക്ക് കാണാൻ കഴിയൂല. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവ് റസൂലിനുണ്ട്, അല്ലാഹ് നൽകുന്നതാണ്. കണ്ണ് കാണാത്ത ആളും കണ്ണ് കാണുന്ന ആളും എന്താ വ്യത്യാസമുള്ളത്? നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയും, കണ്ണ് കാണാത്ത ആൾക്ക് കാണാൻ കഴിയൂല. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവ് റസൂലിനുണ്ട്, അല്ലാഹ് നൽകുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ധാരാളം വിശേഷണങ്ങൾ ഫത്തുൽ ബാരിയുടെ 11-367 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ കണ്ണിന് കാണാൻ കഴിവുണ്ട്, ഈ കഴിവ് അല്ലാഹ് നൽകുന്നതാ. അതേ സമയത്ത് ഈ കഴിവുണ്ടെങ്കിലും ആ കഴിവ് നാം ഉപയോഗപ്പെടുത്തുമ്പോഴേ അതിന്റെ ഫലം കിട്ടൂ. ഉദാഹരണമായിട്ട് സാധാരണക്കാരായ ആളുകളോട് ചോദിച്ചാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ വെച്ചുത്തലുണ്ട്. വെച്ചുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് കാല് മുട്ടിയിരിക്കും. അപ്പൊ നമ്മളെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണോ അത് സംഭവിച്ചത്? അതെ, ആ വിഷയത്തിലേക്കുള്ള ഇൽത്തിഫാത്ത്, തിരിഞ്ഞു നോട്ടം നമുക്കില്ലാത്തത് കൊണ്ടോ? വെച്ചുത്തിയാളെ കണ്ണുകൊണ്ടോ ഈ ഡോക്ടറെ പരിശോധിച്ചാൽ കണ്ണിന് കാഴ്ചയില്ലാന്ന് അയാൾ തീരുമാനിക്കോ? ഇല്ല. പിന്നെ ആ കണ്ണിന്റെ കാഴ്ച അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ കണ്ണിന്റെ കാഴ്ച ഉള്ളത് കൊണ്ട് എപ്പോഴും അത് ഉപയോഗിക്കണം എന്നില്ല, കഴിവുള്ളത് കൊണ്ട് എപ്പോഴും അത് ഉപയോഗിക്കണം എന്നില്ല. അവർ ഉപയോഗിക്കുന്ന സമയത്ത്, അവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് കഴിയും. അതേ സമയത്ത് ഉദ്ദേശിക്കാതിരിക്കുകയോ മറ്റു ചില മസ്ലഹത്തുകളും മറ്റും കണക്കിലെടുത്ത് ഉദ്ദേശിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ അറിഞ്ഞില്ല എന്ന് വരും. അല്ല, ഇനി അറിഞ്ഞാൽ തന്നെയും മറ്റു ചില മസ്ലഹത്ത് കൊണ്ട് ഷഹാദത്ത്, ഷഹീദ്, അല്ലെ, ആ വിഷം കൊടുത്തത് കാരണമായിട്ട് റസൂലുള്ള ഷഹീദ് എന്നുള്ള സ്ഥാനപദവി റസൂലിന് കിട്ടിയിട്ടുണ്ട്. റസൂലിന്റെതല്ലേ ഇവിടെ പറഞ്ഞു, അല്ലെ? ഒരു ഭക്ഷണത്തിൽ വിഷം കൊടുത്തു, ആ വിഷം കാരണമായിട്ടാണ് ഞാൻ മരണപ്പെടുന്നത് എന്ന്, അന്നത്തെ ആ ഫലം ഇപ്പോഴും അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനായി ഷഹീദ് എന്നുള്ള സ്ഥാനം കൂടെ റസൂലിന് കിട്ടി. അതേ സമയത്ത് അത് ആ കാഴ്ച അവിടെ ഉപയോഗിച്ചില്ലാതെയാക്കുകയാണെങ്കിലോ ആ സ്ഥാനം നഷ്ടപ്പെടും. അപ്പൊ കണ്ണ് നമുക്ക് കഴിവുള്ള എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കാറില്ല. അതേ സമയത്ത് ചില മസ്ലഹത്തുകളും ഗുണങ്ങളും കണക്കിലെടുത്ത് അവർക്ക് കഴിവില്ല, ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല എന്ന് പറയുന്നതിന് ന്യായമില്ല. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും എല്ലപ്പോഴും നമ്മൾ ഉപയോഗിച്ചാലേ കാണൂല. അപ്പോ അത്തരം സന്ദർഭങ്ങളൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടിന്റെ അൽ ഹാസിൽ ഒന്നാമത്തത് ആയത്ത് ഉപരിയുല്ലക്കമ അവൽ അബ്റസ വഹയിൽ മൗതാ ബിഇദ്നില്ലാ, ആ ആയത്ത് കൊണ്ട് വ്യക്തമായിട്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് കഴിയും. സമയത്ത് ഉദ്ദേശിക്കുകയും ചെയ്യാം, ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്യാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ച നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കൂല, അപ്പൊ ചിലപ്പോൾ വെച്ചെത്തും, അവരുടെ ഡോക്ടറെ പോയ കണ്ണിന് കാഴ്ച അല്ല എന്ന് പറയോ? ഇല്ല. അതേപോലെ ഇവർക്കും സംഭവിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആ സുഹൃത്ത് ഉദ്ധരിച്ചത്. അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണം അങ്ങനെയാണ്. അപ്പൊ ഇബ്നു തൈമിയ ലോക പണ്ഡിതൻ എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു ഉദ്ദേശിക്കുന്ന സമയത്തുണ്ടാകും. 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് പറഞ്ഞ് ഇമാം റംലി പറഞ്ഞു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മഹുല്ലാ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞു ഉദ്ദേശിക്കുന്ന സമയത്തുണ്ടാകും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഒരു തർക്കത്തിന് അവകാശമില്ല എന്ന് മാത്രം